2026 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി വന്ന വി ഡി സതീശൻ എന്ന പൂക്കിമോൻ എന്ന് ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റും വിശേഷിപ്പിക്കുന്ന ആ പൂക്കിമോന്റെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ വൈദ്യുത മേഖലയെ തകർക്കുന്ന നിലപാട് സ്വീകരിച്ച് ഈ പറഞ്ഞതുപോലെ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഏർപ്പെടുത്തുന്നു. 10 വയസ്സ് കഴിഞ്ഞൊരു കുഞ്ഞിന് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും പറഞ്ഞുകൊടുത്തൊരു സർക്കാരെ കോൺഗ്രസിന്റെ സർക്കാരെ ഇല്ല മാപ്പില്ല മാപ്പ് തരില്ല സൂചനയാണ് സമരം സൂചനയാണ് സൂചന കണ്ടു പഠിച്ചില്ലേ സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും അറിയുന്നതാരെന്നറിയാമോ കേരള നാട്ടിലെ ഡിവൈഎഫ്ഐ അനന്തപുരിയിലെ ഡിവൈഎഫ്ഐ ചരിത്രതാളുകൾ മറിച്ചു നോക്കൂ ഇവിടെ കാണാം ഡിവൈഎഫ്ഐ ഇൻക്ലാബ് സിന്ദാബാദ് ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും KSEB ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ഡിവൈഎഫ്ഐ ഒരു പ്രതിഷേധ മാർച്ച് നടത്താനിടയായ സാഹചര്യം ഉണ്ടായി എന്നത് ഇവിടെ ഈ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്ന സഖാക്കൾക്കും അതുപോലെ തന്നെ ഈ മാർച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള മാധ്യമപ്രവർത്തകർക്കും അറിയാം. 2026 മെയ് മാസം 18-ാം തീയതി കേരളത്തിൽ അധികാരത്തിൽ വന്ന യുഡിഎഫിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 2 മാസക്കാലം പിന്നിടുമ്പോൾ എന്തെല്ലാമാണോ പറഞ്ഞത് അതിൽ നിന്നെല്ലാം വിഭിന്നമായ ഭരണവുമായി മുന്നോട്ട് പോവുകയാണ്. അതിലേറ്റവും ഒടുവിലായി കേരളത്തിന്റെ 10 വർഷക്കാലത്ത് 2016 മുതൽ 2026 വരെയുള്ള 10 വർഷക്കാലം കേരളത്തിൽ ഒരു പ്രതിസന്ധിയില്ലാതെ മുന്നോട്ട് പോയ പ്രതിസന്ധിയുണ്ടായ ഘട്ടത്തിലെല്ലാം അത് തരണം ചെയ്യുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ച കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നേടിയെടുത്ത നേട്ടങ്ങൾ ഇല്ലാതാക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം വൈദ്യുത മേഖലയിൽ ഒരു ഘട്ടത്തിൽ പോലും പ്രതിസന്ധി വരാത്തതായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന 10 വർഷക്കാലം വൈദ്യുത മേഖല പരിശോധിക്കപ്പെട്ടാൽ ഇതിനേക്കാൾ വലിയ കൊടും വേനൽ വന്നു. 2025-ലും 2024-ലുമൊക്കെ കൊടും വേനലും ഇതുപോലെ തന്നെയുള്ള പ്രതിസന്ധികൾ വരുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തെ എല്ലാം കൃത്യതയോടുകൂടി ഇടപെട്ട് അന്നത്തെ വൈദ്യുത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർ, അന്നത്തെ ഗവൺമെന്റ്, അന്നത്തെ ഉദ്യോഗസ്ഥർ അത് കൃത്യമായി ഇടപെട്ട് കൃത്യമായി മാനേജ്മെന്റ് നടത്തി കൃത്യമായി അത് പരിശോധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോയി. ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ കുട്ടികൾ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും എന്നൊരു വാക്ക് കേട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു കുഞ്ഞിനോട്, ഏതെങ്കിലും ഒരു കുട്ടിയോട്, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് സ്കൂളിൽ ഒരു അസൈൻമെന്റിന്റെയോ പ്രോജക്ടിന്റെയോ ഭാഗമായി ലോഡ് ഷെഡിങ് ഒരു വിഷയം കൊടുത്താൽ, പവർ കട്ട് ഒരു വിഷയം കൊടുത്താൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ് പവർ കട്ടെന്നും എന്താണ് ലോഡ് ഷെഡിംഗ് എന്ന് എഴുതാൻ അറിഞ്ഞുകൂടാത്തവരായിരുന്നു. പക്ഷെ നോക്കൂ, 2011-2016 കാലത്ത് കേരളത്തിൽ അധികാരത്തിൽ നിന്ന ഉമ്മൻചാണ്ടിയുടെ, രമേശ് ചെന്നിത്തലയുടെ, കുഞ്ഞാലിക്കുട്ടിയുടെ ഗവൺമെന്റ്, യുഡിഎഫിന്റെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ നിന്ന ഘട്ടത്ത് ഈ കേരളത്തിൽ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ 2001-2006 കാലത്ത് AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഗവൺമെന്റ് കേരളത്തിൽ പരിചയപ്പെടുത്തിയ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും 2026 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി വന്ന വി ഡി സതീശൻ എന്ന പൂക്കിമോൻ എന്ന് ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റും വിശേഷിപ്പിക്കുന്ന ആ പൂക്കിമോന്റെ നേതൃത്വത്തിൽ ഈ നാട്ടിൽ വൈദ്യുത മേഖലയെ തകർക്കുന്ന നിലപാട് സ്വീകരിച്ച് ഈ പറഞ്ഞതുപോലെ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഏർപ്പെടുത്തുന്നു.